പ്രസംഗത്തോട് ഡോക്ടർ ജവാബ് ഹോപ്പ് എന്ന രജിസ്ട്രി, ഹോപ്പ് എന്ന പുതിയ ഓർഗനൈസേഷൻ ഉണ്ട്, അതിന്റെ രജിസ്ട്രിയുടെ അഡ്മിനിസ്ട്രേറ്ററാണ്. ജ്യോതി പ്രസാദ് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ ബിസിനസ് ഡെവലപ്മെന്റിന്റെ നമ്മൾ ഇന്നൊരു പത്രസമ്മേളനം വെക്കാനുള്ള കാരണം അതിന് പുറമെ കേരളത്തിലുള്ള ആശുപത്രി ഹോസ്പിറ്റൽ എല്ലാം കൂടി, അതായത് 3 ആശുപത്രികളാണ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാർച്ച് 10-ാം തീയതി ലോക വൃക്ക ദിനമാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ 3 ഹോസ്പിറ്റൽസ്, അതായത് കോട്ടയ്ക്കൽ, കോഴിക്കോട്, കൊച്ചി, ഏതാണ്ട് 1000 പേഷ്യൻസിന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് നടത്തി കഴിഞ്ഞു. അപ്പം ഈ വരുന്ന വൃക്ക ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലയിൽ നിങ്ങളെല്ലാവരും നമ്മളോട് സഹകരിച്ച് ഒരു പ്രോഗ്രാമാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നത്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ക്രിയേറ്റ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വിളിക്കുക. അവർക്ക് വേണ്ടിയുള്ള സാമ്പത്തിക സഹായം ചെയ്യാൻ പല ട്രസ്റ്റുകളെയും നമ്മൾ ഇതിൽ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഡോക്ടർ മൂപ്പൻസ് ഫൗണ്ടേഷൻ, 2 ട്വിൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ്, 3 ബഹുമാനപ്പെട്ട തൃശ്ശൂർ ഭാഗത്തുള്ള നമ്മുടെ ചെറുമൻ അച്ഛൻ്റെ കിഡ്നി ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, 4 നമ്മുടെ ചിത്രപ്പള്ളി ട്രസ്റ്റ്. ഇങ്ങനെ എല്ലാവരും സംയോജിച്ചിട്ട് തണലിന്റെ സഹായത്തോടുകൂടി നമ്മൾ ഇത്തരം പേഷ്യൻസിന് ഫണ്ട് സ്വരൂപിച്ച് അത് നമ്മുടെ ആശ്രയ ആശുപത്രികളിൽ ചെയ്യാൻ പദ്ധതിയിട്ടുണ്ട്. നമ്മുടെ ഗൈനോസിന് ഒരുപാട് പേർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ആരെങ്കിലും അത്തരക്കാരുണ്ടെങ്കിൽ അവരെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി ചികിത്സ കൊടുക്കാനുള്ള ഒരു പദ്ധതി കൊടുത്തിരിക്കുന്നത്. അതേപോലെ കുഞ്ഞുങ്ങൾക്ക് കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ഈ പീഡിയാട്രിക് നെഫ്രോളജിയുടെ സേവനം ഇന്ന് ഈ കേരളത്തിൽ നമ്മുടെ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ. അതൊരു പീഡിയാട്രിക് നെഫ്രോളജി ഡിഗ്രി എടുക്കുന്ന ആൾക്കാർ അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ നമ്മുടെ ഹോസ്പിറ്റൽ മാത്രമേ സർക്കാരിൽ അറിയുന്നത്. അപ്പോൾ അവരുടെ സേവനമുണ്ട്. കുട്ടികൾക്കൊക്കെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആവശ്യമുള്ളവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. കാരണം കുട്ടികളെ വൃക്കമാറ്റിവെക്കൽ ചെറുപ്പത്തിലെ കിഡ്നി ഫെയിലുള്ള കുട്ടികളെ ചെറുപ്പകാലത്തിന് അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് സാധാരണ ജീവനം കിട്ടും. അല്ലെങ്കിൽ കുറേ നാൾ ഡയാലിസിസ് എല്ലാവരും മരണത്തിലേക്ക് അവസാനം. പക്ഷെ ആ ഒരു മരണത്തിലേക്ക് കുട്ടികൾക്കാണ് അവരെ കണ്ടുപിടിക്കുകയും അവർക്ക് ചികിത്സ സമയത്ത് കൊടുക്കുകയും സാമ്പത്തികം അതിന്റെ തടസ്സമല്ല എന്ന് അറിയിക്കലാണ് നമ്മുടെ ഇന്നത്തെ പത്രസമ്മേളനത്തിന്റെ ഉദ്ദേശം. 2, എനിക്ക് ഇതിലൊരു പുതിയൊരു കാര്യം പരിചയപ്പെടുന്ന ഹോപ്പിനെ പറ്റിയിട്ടാണ്. ഹോപ്പ് ഇൻഡിപെൻഡന്റ് ഓർഗനൈസേഷൻ ആണ്. ലാസ്റ്റർ കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ഹോപ്പിനെ പറ്റി ആധികാരികമായിട്ട് ജവാബ് ഡോക്ടർ സാധ്യതയില്ല. പക്ഷേ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു മൂവ്മെന്റ് നമ്മൾ തുടങ്ങി വരുന്നത്. അപ്പൊ ഹോപ്പ് എന്താണെന്നും ഹോപ്പിനെ പറ്റി ആധികാരികത പറയാൻ ജവാബ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്, നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജവാദ് ആണ്. ഹോപ്പ് രജിസ്ട്രി ഓർഗനൈസേഷൻ്റെ അഡ്മിനിസ്ട്രേറ്ററാണ്. വൃക്ക രോഗികൾക്ക് ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഒരു പ്രത്യാശയായിട്ടാണ് ഹോപ്പ് രജിസ്ട്രി എന്ന ഓർഗനൈസേഷൻ കോഴിക്കോട് രൂപം കൊണ്ടുവന്നത്. നമ്മുടെ പൊതുസമൂഹം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഇപ്പോൾ വൃക്ക സംബന്ധിച്ചിട്ടുള്ള അസുഖങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളും. എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ, അതായത് ഒരു ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഒരാളുടെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേജ് ആണ് ഈ എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മുടെ കിഡ്നിക്ക് മീറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരും. ആ ഒരു സിറ്റുവേഷൻ എത്തിക്കഴിഞ്ഞാൽ ഏറ്റവും അനുയോജ്യമായ ചികിത്സ എന്ന് പറയുന്നത് വൃക്ക മാറ്റിവെക്കൽ അഥവാ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ തന്നെയാണ്. അതല്ലെങ്കിൽ കാലാകാലം ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഹെൽത്ത് മിനിസ്ട്രിയുടെ കണക്ക് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 1,80,000-ഓളം എൻഡ് സ്റ്റേജ് കിഡ്നി ഫെയിലിയർ പേഷ്യൻസ് ആണ് ഒരു വർഷത്തിലുള്ളത്. പക്ഷെ നമുക്ക് ആകെ 6,000-ഓളം ട്രാൻസ്പ്ലാന്റേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവൈലബിലിറ്റി ഓഫ് ഡോണേഴ്സ്, അതായത് ഡോണേഴ്സിന്റെ ലഭ്യത കുറവുണ്ടാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിയമവ്യവസ്ഥ അനുസരിച്ചിട്ട് ലിവിംഗ് ഡോണേഴ്സ് ആണെങ്കിൽ നമുക്ക് കുടുംബത്തിൽ നിന്നുള്ള ഡോണർ മാത്രമേ പറ്റുള്ളൂ, അതായത് ബ്ലഡ് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ കേസസ് എടുത്തു നോക്കുമ്പോൾ ഏകദേശം ഒരു 20% നോക്കിക്കഴിഞ്ഞാൽ സ്വന്തം കുടുംബത്തിൽ ഒരു ദാതാവ് ഒരു ഡോണർ ഉണ്ട്, പക്ഷെ അവർക്ക് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ 2 കാരണങ്ങളാണ്. ഒന്നെങ്കിൽ ഈ പറയുന്ന പോലെ ബ്ലഡ് ഗ്രൂപ്പ് മിസ്മാച്ച് ആണ്, അതായത് ഒരാൾ A പോസിറ്റീവും മറ്റാൾ B പോസിറ്റീവും അങ്ങനെയാണെങ്കിൽ.
രണ്ടാമത്തത് ഇമ്മ്യൂണോളജിക്കൽ മിസ്മാച്ച്. അത് നമ്മൾ ഓരോ ടിഷ്യൂക്കും അതിൻ്റെതായ ഒരു ആന്റിജൻ ആന്റിബോഡി ഉണ്ടാവും. ചെറിയ ടൈപ്പിംഗ് എന്ന് പറയുന്നത് മെഡിക്കലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഡോണർ ഉണ്ടായിട്ടും മാച്ചിങ് അല്ലാത്തത് കൊണ്ട് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി വരുന്നുണ്ട്. അതിന് ഏറ്റവും ഇഫക്റ്റീവും എളുപ്പമുള്ള സൊല്യൂഷനാണ് ഈ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ പെയർഡ് കിഡ്നി എക്സ്ചേഞ്ച് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതത്ര പോപ്പുലർ അല്ലേ, അതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പൊ ഈ സ്വാപ്പ് ട്രാൻസ്പ്ലാന്റ് എന്താണെന്ന് വെച്ചാൽ എന്റെ ഡോണർ ഞാനുമായിട്ട് മാച്ചിങ് അല്ലെങ്കിൽ അത് വേറൊരു ജോഡിയുടെ റെസിപ്പിയന്റിന് ഈ ഡോണർ കൊടുക്കും. അവർ തമ്മിൽ മാച്ചിങ് ആയിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ആ ജോഡിയിലുള്ള ഡോണർ എനിക്ക് തരും. അങ്ങനെ നമ്മൾ ഓർഗൻ അതായത് കിഡ്നി നമ്മൾ സ്വാപ്പ് ചെയ്ത് ചെയ്യുന്നു. അത് ഇതിപ്പോ നമ്മൾ 2 പേര് വെച്ചിട്ടാണ് പറഞ്ഞത്. ഇതേപോലെ 3, 4, 5 പേര് ജോഡി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ 3 വേ 4 വേ സ്വാപ്പ് പറയുന്നത്. അത് ആക്ച്വലി കോഴിക്കോട് മിക്സിൽ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അത് നമ്മൾ ഹോപ്പ് രജിസ്ട്രി, അതായത് ഹോപ്പിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഹ്യൂമൻ ഓർഗൻ പെയർ എക്സ്ചേഞ്ച് എന്നാണ്. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഉടനീളമുള്ള ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സിൽ നിന്ന് ഇതുപോലെ മാച്ചിങ് അല്ലാത്ത പേഴ്സിനെ ഒറ്റ കുടക്കീഴിൽ കൊണ്ടുവരാൻ, അത് ഒരു അംബ്രല്ലന്റെ അണ്ടറിൽ അല്ലെങ്കിൽ ഒരു രജിസ്ട്രീന്റെ അണ്ടറിൽ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അങ്ങനെ കൊണ്ടുവന്നതിന്റെ ഗുണം നമുക്ക് ബ്രോഡ് ബേസ്ഡ് പേഷ്യന്റ് കൂടി കിട്ടും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും മാച്ചിങ് ഉള്ള ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഡോണറിനെ നമുക്ക് ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ട്രാൻസ്പ്ലാന്റേഷൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇതിനുള്ള ഗുണം സ്വന്തം കുടുംബത്തിൽ ഡോണർ ഉണ്ടായിട്ട് മാച്ചിങ് അല്ലാത്തവർക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 2, ഈ വെയിറ്റിംഗ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ ഹോപ്പ് രജിസ്ട്രി നമ്മൾ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ മാർച്ച് 9-നാണ് വെച്ചിട്ടുള്ളത്. മാർച്ച് 10-ന് വേൾഡ് കിഡ്നി ഡേ ആണ്. അപ്പൊ അതുമായി ബന്ധപ്പെടുത്തി മാർച്ച് 9 രാവിലെ കോഴിക്കോട് വെച്ചിട്ടാണ് ഇതിന്റെ ഒഫീഷ്യൽ ഇനോഗ്രേഷൻ. ഹോപ്പ് രജിസ്ട്രിയുടെ പേട്രണായിട്ട് നമ്മൾ ഫാദർ ഡേവിസ് ചെറുമേലിനെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. ഫാദർ ഡേവിസ് ചെറുമേലിനെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈ രംഗത്ത് വളരെയധികം പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ ഹോപ്പ് രജിസ്ട്രി ഒരു മാനദണ്ഡവും വെക്കുന്നില്ല. ഈ രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നവർ ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ സർജറി ചെയ്യണമെന്നുള്ളത്. അത് ആ പേഷ്യൻസിന് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് അവർക്ക് സർജറി ചെയ്യാം. അതുപോലെ തന്നെ ഹോപ്പ് രജിസ്ട്രി ലാഭേച്ഛയില്ലാത്തൊരു ഓർഗനൈസേഷനാണ്. അപ്പൊ നമ്മൾ ഇതേ പറഞ്ഞ പോലെ സപ്പോർട്ടോട് കൂടിയാണ്. അപ്പൊ ഇപ്പോൾ നമ്മുടെ ഡോക്ടർ ആസാദ് മൂപ്പന്റെ അണ്ടറിലുള്ള ആസ്റ്റർ എം ഹെൽത്ത് കെയർ ഹോപ്പ് രജിസ്ട്രിയുമായി അസോസിയേറ്റ് ചെയ്യാനും ഹോപ്പ് രജിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ റീജിയണൽ ഡയറക്ടർ ശ്രീ ഫർഹാൻ യാസിൻ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹോപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട വിധം രണ്ട് വഴിയാണ്. ഒന്ന്, ഡയറക്ട്ലി നമ്മുടെ ഓഫീസിലേക്ക് വരാം, ഇല്ലെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് രജിസ്റ്റർ ചെയ്യാം. രണ്ടാമത്തത്, എല്ലാ ട്രാൻസ്പ്ലാന്റ് സെന്റേഴ്സിലേക്കും നമ്മുടെ നെഫ്രോളജിസ്റ്റ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഈ കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റേഴ്സ് വഴിയും ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പൊ ആ കോൺടാക്ട് നമ്പർ നിങ്ങൾക്കൊന്ന് എഴുതിയെടുക്കാം. 920-70-32-00. ഒന്നും കൂടി പറയാം, 920-70-32-000. ഓക്കെ, അങ്ങനെ ഹോപ്പ് രജിസ്ട്രി കൊണ്ട് ഇതുപോലെ കഷ്ടപ്പെടുന്ന 100,000 പേഷ്യൻസിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന പ്രതീക്ഷയോടാണ് ഹോപ്പ് രജിസ്ട്രി വർക്ക് ചെയ്ത് പോകുന്നത്. ഓക്കെ, താങ്ക് യു. ഇതിലെ നിങ്ങളൊരു ഡയറക്ടറി പാശ്ചാത്യ രാജ്യങ്ങളുണ്ട്, പക്ഷെ ഇന്ത്യയിൽ താല്പര്യമാണ്. എന്നാൽ 2011 സുപ്രീം കോടതി ആക്ട് പ്രകാരം ഇത് നിയമം അനുവദിച്ചിട്ടുണ്ട്. അതുപ്രകാരമാണ് നമ്മൾ കോഴിക്കോട് മിംസിൽ കഴിഞ്ഞ വർഷം 4 വേ സ്വാപ്പ്, അതായത് 4 കുടുംബങ്ങൾ ഉണ്ട്. ഈ 4 കുടുംബങ്ങളും കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന 4 രോഗികളുള്ള 4 വ്യത്യസ്ത കുടുംബങ്ങളാണ്. ഇവർക്ക് ഒരു കുടുംബത്തിൽ മാച്ച് ഇല്ലാത്തതുകൊണ്ട് ഈ 4 കുടുംബങ്ങളായിരിക്കും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ആക്കുന്നത്. അപ്പൊ അതിന് നമ്മൾക്ക് ഉദ്ദേശിക്കുന്നത് കേരളത്തിലുള്ള തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ നെഫ്രോളജിസ്റ്റുകളുടെ ഭാഗമാണ്. അപ്പൊ അവരവരുടെ പേഷ്യൻസിന് ഇത്തരം ബുദ്ധിമുട്ടുകൾ രജിസ്റ്ററിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് കണ്ടുപിടിച്ച് ഏത് ആശുപത്രിയാണ് അവർ ചികിത്സ എടുക്കുന്നത് അവിടെ തന്നെ ചെയ്യാം. അത് നമ്മുടെ ആശുപത്രി തന്നെ വേണം. അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരുപാട് ചൂഷണം ഈ മേഖലയിൽ നടക്കുന്നത്. അത് ഒരു പരിധി വരെ നിർത്താം. നമ്മൾ ശ്രമിച്ച് അത്തരം ചൂഷണം അത് അൺഎത്തിക്കലാണ്. അതൊരു അൺറേറ്റഡ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് എപ്പോഴും അൺഎത്തിക്കൽ മാത്രമല്ല, സാമ്പത്തികമായി പൈസ മുടക്കി അവയവം മാറ്റുന്നത് നിയമം വരുത്തുന്നു. അപ്പൊ അത് ചെയ്യുന്ന സംസ്ഥാനങ്ങളുണ്ടാവും, അതൊരിക്കലും മുന്നോട്ട് പോകാനും പാടില്ല. ഇതാണ് എന്റെ മെയിൻ ഉദ്ദേശം. 2, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 14 വയസ്സിന് താഴെയുള്ള
ആസ്റ്റർ മ്യൂസിയം ഒരുമിച്ച് നോക്കുന്നത് കാസർഗോഡ് പ്രസ് ക്ലബ് ആസ്റ്റർ മ്യൂസിയം ഒരുമിച്ചുള്ള ഇനിഷ്യേറ്റീവായിട്ടാണ് സാമ്പത്തികമായി പിന്നോട്ട് ഉറപ്പുവരുത്തി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ പ്രസ് ക്ലബിന്റെ മുഖാന്തരം നമ്മളത് വരികയാണെങ്കിൽ അവരുടെ സാമ്പത്തിക ചെലവുകൾ ദീർഘമാറ്റ വിശ്വസങ്ങളുടെ ചെലവുകൾ നമ്മുടെ ട്രസ്റ്റ് ചെയ്യും. പക്ഷെ അത് പിന്നോക്കമാണെന്ന് ഉറപ്പ് നിങ്ങളും കൂടെ വരുന്നത്. കാരണം എല്ലാവർക്കും നമുക്കിത് കൊടുക്കാൻ പറ്റില്ല. പിന്നോക്കമാണെന്ന് ഉറപ്പ് വരുത്തി നിങ്ങളുടെ കാസർഗോഡ് പ്രസ് ക്ലബിൽ ഒരു കത്ത് കൂടി തന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രസ്റ്റ് കൊണ്ട് പരിശോധിച്ച് അത് ഏറ്റെടുത്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എത്ര കാലം ഇത് നമുക്ക് ഈ ഒരു വർഷം മൊത്തം ചെയ്യാം. കാരണം വേൾഡ് ലോക മൃഗതത്വം ഒരു വർഷത്തെ അനൗൺസ് ചെയ്യാം. തുടർന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. നമ്മൾ ട്രസ്റ്റിൽ ഫണ്ട് സ്വരൂപിക്കുന്ന ബാക്കി നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ജില്ലയിലാണ് എപ്പോഴും ഒരു പിന്നോക്കാവസ്ഥ എപ്പോഴും ആരോഗ്യ മേഖലയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പത്രമാധ്യമത്തിന്റെ കൂട്ടായ്മയും ഒരു ആശുപത്രി ശൃംഖലത്തിന്റെ കൂട്ടായ്മ ഒരുമിച്ച് നിൽക്കാം എന്നതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. 14 വയസ്സിൽ താഴെയുള്ളവർക്കാണ് നമുക്ക് സൗജന്യ പദ്ധതി ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ. മുതിർന്നവർക്ക് ഇപ്പം നമ്മുടെ അവിടെ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റിന് 6 മുതൽ 6 ലക്ഷം രൂപയോളം ചെലവ് പ്രതീക്ഷിക്കും. ചിലപ്പോൾ ഒരു വ്യക്തിയുടെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടാവും, അല്ലെങ്കിൽ 3 ലക്ഷം രൂപ സ്വരൂപിക്കാൻ പറ്റും. അപ്പൊ അത് നമുക്കൂടെ ബോധ്യപ്പെടുന്ന അവർക്ക് സാമ്പത്തിക പിന്നോക്കം വേറെ രക്ഷയില്ലാത്തത്. അത്തരം ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെർവൽ ഫൗണ്ടേഷൻ, അതേപോലെ ചിറ്റപ്പള്ളി ഓർഗനൈസേഷന്റെ നമ്മുടെ ട്രസ്റ്റ്, ഡോക്ടർ മൂപ്പൻ ട്രസ്റ്റ്, ഇങ്ങനെയുള്ള തണൽ ഇവരെ സഹായത്തോടെ ബാക്കി ഫണ്ട് നമ്മൾ തന്നെ കണ്ടെത്തി. ഒരു കാര്യം എനിക്ക് ഉറപ്പുവരുത്താൻ പറ്റും, നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നിങ്ങളിൽ എല്ലാവർക്കും നമ്മൾ അറിയാവുന്നതാണ്. സാമ്പത്തിക ഇല്ലായ്മ ഒരു രോഗിയുടെ ചികിത്സ ഒരുപാട് നിയമ നടപടികളൊക്കെ ഈ നിയമ നടപടികൾ പാലിച്ചുകൊണ്ട് തന്നെ ചെയ്യും. ഈ അതിന് വല്ല ഇളവും വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ നിയമത്തില് 2 രീതിയിലാണുള്ളത്. ഈ ഞാൻ പറഞ്ഞ 2014 സുപ്രീം കോടതി നിയമം ഉണ്ടെന്നുള്ളത്. അപ്പൊ സ്വാബ് ട്രാൻസ്പ്ലാന്റ് അപ്രൂവ്ഡ് ആണ്. ഇതിന് 2 രീതിയിലുള്ള കമ്മിറ്റികൾ അപ്രൂവ് ചെയ്യും. ഒന്ന് നമ്മുടെ ഹോസ്പിറ്റൽ എത്തിക്സ് കമ്മിറ്റി കമ്മിറ്റി, അത് നമ്മുടെ ആശുപത്രിക്കുള്ളിലുള്ള കമ്മിറ്റി. ഈ കമ്മിറ്റി ഇതിന്റെ കടലാസുകൾ സ്ഥിരീകരിച്ചിട്ട് കോഴിക്കോട് ജില്ലയിലാണ് ചെയ്യുന്നത്. കോഴിക്കോട് മെഡിക്കൽ, അതായത് വടക്കൻ കേരളത്തിലെ എല്ലാ ട്രാൻസ്പ്ലാന്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കമ്മിറ്റിയിലേക്ക് നമ്മുടെ എത്തിക്സ് കമ്മിറ്റി പേപ്പറായിട്ടാണ് പോകുന്നത്. അവരൊരു കമ്മിറ്റി പോകും. അത് എല്ലാ മാസവും 10-ാം തീയതി മുന്നേ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ അടുത്ത മാസത്തിൽ ചെയ്യാൻ എല്ലാ ട്രാൻസ്പ്ലാന്റിംഗ് കമ്മിറ്റി പോകും. അത് എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കും. ആ കമ്മിറ്റി കൂടെ അവർ ഒപ്പും. അത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ്. പക്ഷെ അത് ഒപ്പിട്ട് ചെയ്യാൻ അത്ര ട്രാൻസ്പ്ലാന്റ് ചെയ്യും. ഈ സിസ്റ്റമാണ് അതിന് പാലിക്കേണ്ടത് നിയമപരമായി. അതേസമയം സ്വന്തം കുടുംബത്തിലാണെങ്കിൽ ഇപ്പൊ ഫസ്റ്റ് ഡിഗ്രി ട്രാൻസ്പ്ലാന്റ്, ഇപ്പൊ ഞാൻ എന്റെ അമ്മ എനിക്ക് തരുന്നെങ്കിൽ അതിന് മെഡിക്കൽ കോളേജ് കമ്മിറ്റിയുടെ ആവശ്യമില്ല. അത് നമ്മുടെ ആശുപത്രി കമ്മിറ്റി മാത്രമാണ്. അതേസമയം സെക്കൻഡ് ഡിഗ്രിയോ സ്വാബിന് മെഡിക്കൽ കോളേജ് കമ്മിറ്റി ആവശ്യം. ആ നിയമം അങ്ങനെ തന്നെ പോകും. പക്ഷെ അതിനൊരു തടസ്സം ഉണ്ടാവുന്നില്ല കേട്ടോ. അത് എത്രയോ നാളുകളായിട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ ഇപ്പൊ അതൊക്കെ ലഘൂകരിച്ചിട്ടുണ്ടല്ലോ. ഇപ്പൊ എത്തിക്സ് കമ്മിറ്റിയുടെ കടലാസിലേക്ക് പെട്ടെന്ന് കുറെ ലഘൂകരിച്ചു. ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട് സത്യം പറഞ്ഞാൽ. നമ്മളിപ്പോ എത്രയോ കാലം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കോർഡിനേറ്റ് ചെയ്തു. ഓരോ ജില്ലയിൽ നമുക്ക് കോർഡിനേറ്റർ ഉണ്ട്. അവര് ഇത്തരം കേസുകൾ അവരെ കോർഡിനേറ്റ് ചെയ്ത് വേണ്ടിയുള്ള സംവിധാനം നൽകി വിളിച്ച് ഡേറ്റ് ഒക്കെ എടുത്തു പോകും. അർഹതയ്ക്ക് മാനദണ്ഡം വെച്ചാൽ ഒന്ന് 2 കയ്യിലാണ്. BPL കാർഡ് നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് APL കാർഡ് മാത്രപ്പെട്ടവരുണ്ട്. അതുകൊണ്ട് കാർഡിന്റെ പേര് പറയുന്നത് വ്യക്തതയില്ല. പകരം നമ്മൾ ആ വീടിന് ചുറ്റുള്ള നമ്മുടെ ടീം ഉണ്ടാവും പരിശോധിക്കും. അപ്പൊ നിങ്ങൾ അത് പരിശോധിച്ച് വന്നാൽ നമുക്ക് എളുപ്പമാണ്. പക്ഷെ നിങ്ങൾക്ക് അവന് നാളെ അറിയാവുന്ന ആൾക്കാരാണ്. നമുക്ക് കോഴിക്കോട് പരിശോധിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ പ്രസ് ക്ലബ് അതിനുള്ളൊരു ഇതെടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രസ് ക്ലബ് പറയുന്ന അംഗീകരിച്ച് നമ്മൾ ചെയ്യാതായിരുന്നു. കുട്ടികൾക്ക് നമ്മൾ എന്തായാലും ട്രസ്റ്റിൽ നമ്മൾ കാരണം ഈ ഞാൻ പറയും ട്രസ്റ്റിന് വഴി കുട്ടികൾ അവിടെ എത്തും. മറ്റേത് അവരുടെ സാമ്പത്തിക നിലവനുസരിച്ച് അവർക്ക് പൈസ കുറവുണ്ടെങ്കിൽ ആ കുറവുള്ള പൈസ കണ്ടുപിടിക്കാനുള്ള വഴികൾ നമ്മൾ ഉണ്ടായിരുന്നു. ഇതിനെ പൂർണ്ണ ഉത്തരവാദിത്വം നമ്മൾ എടുക്കണം. അതുകൊണ്ട് ഞാൻ നേരിട്ട് പറയുന്നത് ഇതിൽ ഞാൻ നേരിട്ട് ഇറങ്ങുന്ന പ്രവർത്തനം തന്നെയാണ്. അല്ലാതെ ഞാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നില്ല. ഞാനടക്കം മുന്നിൽ നിൽക്കുന്ന ഒരു പ്രവർത്തനം നമ്മുടെ പ്രസ്ക്ലബിന്റെ പ്രവർത്തനം കൂടുതൽ മാധ്യമ പ്രവർത്തകർക്കപ്പുറം ജനകീയ ബന്ധം ശക്തിപ്പെടുത്തണമെന്നൊരു കമ്മിറ്റിയുടെ നേരത്തെ നമ്മൾ എടുത്തതാണ്. പക്ഷെ കോവിഡ് കാരണം പല പ്രവർത്തനങ്ങളും നമുക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. മറ്റു ചിലതൊക്കെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു തുടർച്ച എന്നതൊക്കെയാണ് ഈ ഒരു പദ്ധതി. തീർച്ചയായും ഇത് മാധ്യമ പ്രവർത്തകർക്ക് നമ്മൾക്ക് വിവരം അറിയിക്കുന്നൊപ്പം തന്നെ ഈ മാധ്യമ പ്രവർത്തകരായ എല്ലാവരും
കേരളത്തിലെ എല്ലാവരും സമൂഹത്തിൽ വിവിധ നിലയിൽ സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. തീർച്ചയായും അവർക്കൊക്കെ ഒരുപാട് ആളുകൾ ഉൾപ്പെടെയുള്ളവർക്ക് ഒരുപാട് ദാരുണമായ ജീവിതങ്ങളെ കുറിച്ച് അറിയാം. അപ്പൊ അത്രക്കാർക്ക് നമുക്കൊരു സഹായം ചെയ്തു കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കൂടിയാണ്. മറ്റൊന്ന്, ഇത് തീർത്തും അർഹതപ്പെട്ടവർക്ക് മാത്രം നമ്മുടെ എംപിയുടെ MLA-യുടെ അല്ലെങ്കിൽ ശുപാർശയിൽ മാത്രം കാര്യമല്ല, തീർത്തും അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തണം എന്നൊരു നിർബന്ധം. അതിനുവേണ്ടിയാണ് ഇത് ആ മാനദണ്ഡങ്ങൾ അങ്ങനെ ലഘൂകരിക്കാതെ നല്ല കൃത്യമായൊരു മാനദണ്ഡം അനുസരിച്ച് തന്നെ നടത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനെല്ലാവരുടെയും സഹകരണം ഉണ്ടാകും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇതിന് നേരിട്ട് ഏറ്റെടുക്കുന്ന ഡയറക്ടർ നമ്മുടെ പിന്നെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് സാധാരണ പറയുമ്പോൾ ഇതിന്റെ എന്താ പറയാ മേധാവി തന്നെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവും. കൂടുതൽ സാങ്കേതികതയാണ് പലപ്പോഴും പല സഹായങ്ങളും കിട്ടാൻ പ്രയാസം. പല ആൾക്കാരും സാങ്കേതികത തടസ്സപ്പെട്ടു പോകണം. കാരണം ഇതൊരു ചികിത്സയുടെ കാര്യം നമ്മൾ കൊടുക്കുന്ന ഒരു വാക്കുമാണ്, പാലിക്കണമെന്ന് നമ്മൾ തോന്നുന്നു. തീർച്ചയായും സഹകരിക്കുന്നത് മമ്മൂട്ടി അസോസിയേറ്റ് ചെയ്യുന്ന കൂടിയാണ്. ചെറുപ്പച്ചനാണ് ഇതിന്റെ ചെയർമാൻ. ചെറുപ്പച്ചനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സ്വന്തം കിട്ടി ദാനം ചെയ്ത വ്യക്തിയാണ്. ലോകത്താകെ പ്രശസ്തമായതൊക്കെ ആയാലും ഇതാണ്. തീർച്ചയായും നമുക്ക് അഭിമാനകരമാണ്. മറ്റു ഇതൊക്കെ ആവുമ്പോൾ മാധ്യമപ്രവർത്തകർക്കും ആരോഗ്യം നമുക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെ പ്രഖ്യാപനം കൂടി നമ്മുടെ മാധ്യമപ്രവർത്തകരെ പറ്റി പറയുകയാണെങ്കിൽ ആരോഗ്യത്തെ പറ്റി എഴുതാൻ എനിക്ക് എല്ലാവർക്കും ഭയങ്കര സുഖാന്തി. അതായത് ഡോക്ടർമാരുടെ ഇന്റർവ്യൂ ലേഖനം അല്ലെങ്കിൽ ഒരു പുതിയ സംവിധാനം കണ്ടി അത് ജനങ്ങളെ അറിയിക്കുക. അല്ലെങ്കിൽ നാടിന്റെ ആരോഗ്യ മേഖല കാസർഗോഡ് ജില്ലയിൽ ഞാൻ പത്രവാർത്തകൾ കണ്ട് കോവിഡ് വായിക്കുന്നത് നിങ്ങളാണ് അടുത്ത കൈയായിട്ട് മന്ത്രിസഭ പ്രഷർ കൊടുക്കുന്നത്. ഇവിടെ ആരോഗ്യ മേഖല മെച്ചപ്പെട്ടത് ഇപ്പൊ വരണം എന്നുള്ളത്. പക്ഷെ സ്വന്തം ആരോഗ്യം എത്ര സംശയമാണ്. കാരണം എനിക്ക് ഏറ്റവും വിഷമമായ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് പ്രസ് ക്ലബിൽ ഒരു സെക്രട്ടറി രാജേഷ് ഉണ്ടായിരുന്നു. അത് അറിയുന്ന ആൾക്കാർ മാധ്യമ പ്രവർത്തകർ. രാജേഷ് നമ്മുടെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷെ ഒരു ദിവസം എത്രയോ നാളെ രാജേഷിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇത്രയും നമ്മളെയൊക്കെ വളരെ അടുപ്പമുള്ളതാണ്. എല്ലാ ഡോക്ടർമാർക്കും ജില്ലയിലുള്ള സകല ഡോക്ടർമാരും രാജേഷിനാണ് നമ്മളില്ലാത്ത ആരുമില്ല. രാജേഷിനെ തിരിച്ചു. എന്നാൽ രാജേഷ് വേണ്ടി ഇതുവരെ രാജേഷ് ചെക്കപ്പ് പോലും നടത്തിയത് ഒരു ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് പോലും രാജേഷ് നടത്തിയത്. അങ്ങനെ ലിവർ മൊത്തം തകരാറായി.